വെൽക്കം ടു കറി ലീവ്സ്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, അപ്പൊ ഞാൻ ഇന്ന് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് ഞാൻ ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്ലം കേക്കിന് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ 1/4 കട്ടോരി ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 1/4 കട്ടോരി റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ബദാമും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറി 3 ടേബിൾ സ്പൂണും അരിഞ്ഞെടുത്തു. ഇനി ഇത് ഓറഞ്ച് ജ്യൂസ് ആണ്. ഇത് ഒരു 1/2 കട്ടോരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 4-5 മണിക്കൂർ ഈ ഓറഞ്ച് ജ്യൂസിൽ കുതിർത്ത് വെക്കണം. ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കറുത്ത ഉണക്ക മുന്തിരിയാണ്. അത് ഞാൻ ഒരു 1/4 കട്ടോരിയാണ് എടുത്തത്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസിന് പകരം മുന്തിരി ജ്യൂസും എടുക്കാവുന്നതാണ്. അതേപോലെ നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്സ് ചേർക്കാം, ആപ്രിക്കോട്ട് ചേർക്കാം. അങ്ങനെ നട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ചേർക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്കിത് നന്നായി അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പുവിന്റെ പൗഡറും കുറച്ച് 1/4 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അതുപോലെ ചുക്കിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. വെജിറ്റബിൾ ഓയിൽ, അതേപോലെ 1/4 കപ്പ് തൈര് എന്നിവ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ചേർക്കാവുന്നതാണ്. ഇത് ശർക്കര ഉരുക്കിയതാണ്, അത് ഉറച്ചുപോയി, സാരമില്ല. അപ്പൊ നമുക്ക് 200 ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ ശർക്കര ഉരുക്കുമ്പോൾ പാവിന്റെ കൺസിസ്റ്റൻസി വരേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് ജസ്റ്റ് അതൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഈ ശർക്കരയില് പൊടിയും കല്ലെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉരുക്കിയത്. നിങ്ങൾക്ക് നല്ല ശർക്കരയാണെങ്കിൽ അതിന്റെ പൊടിയായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ശർക്കര ഉരുക്കിയിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ശർക്കര നന്നായി ഇളക്കി അലിയിച്ചതിന് ശേഷം നമുക്ക് അരിച്ചു വെച്ച ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ളവ ഇതിലേക്ക് ചേർത്തത്. ഊണുകൊണ്ട് മറ്റോ പതുക്കെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് സൈഡിലെല്ലാം ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവൻ റീഹീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൺവെക്ഷനിലേക്ക് മാറ്റിയിട്ട് 160 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. റീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 60 മിനിറ്റ് സെറ്റ് ചെയ്യാം. 56 മിനിറ്റ് ആകുമ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിന്റെ സൈഡൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. അതിലൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.